നമസ്തേ, ദ വിൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ഫസ്റ്റിൽ ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഫസ്റ്റിൽ ബ്രീത്ത് ഇൻ, ഹോൾഡ്, breathe out. Breathe in, hold, breathe out. Breathe in, hold, breathe out. ഇത് ഈ കുറച്ച് നേരം എന്താ ബ്രീത്ത് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറേ നേരം ബ്രീത്തിനെ പിടിച്ചു വെക്കാനായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ പതിയെ ശരിക്കും ഇത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ഭയങ്കര ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, ഹോൾഡ് ചെയ്യുക. വായിക്കൂടി റിലീസ് ചെയ്യണമെങ്കിൽ വായിക്കൂടി റിലീസ് ചെയ്യാം, മൂക്കിക്കൂടി റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂക്കിക്കൂടി റിലീസ് ചെയ്യാം. നിങ്ങൾ ആദ്യം പതിയെ ഹോൾഡ് ചെയ്ത് കുറച്ച് സമയം വെക്കുക. പിന്നീട് അതിൻ്റെ ആ ഒരു ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ ആ ടൈമിങ് കൂട്ടാനായിട്ട് ശ്രമിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ മൈൻഡിനെയൊക്കെ ഒന്ന് നിങ്ങളുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസിനെയൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ടും ആക്റ്റീവായിട്ട് ആകാതെ കിടക്കുന്ന ന്യൂറോൺസിനെയൊക്കെ എന്തെന്ന് സെറ്റാക്കി എടുക്കാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ചിലതൊക്കെ നമ്മുടെ മൈൻഡിൽ ശരിക്കും വർക്കാവാതെ പൊടിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അതിനെയൊക്കെ ഒന്ന് തട്ടി സെറ്റാക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ. അതിന് നിങ്ങളുടെ ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറഞ്ഞു കിട്ടും കേട്ടോ. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. നമ്മൾ പേഴ്സണൈസ്ഡ് റീഡിംഗ് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മളിനി മാർച്ച് ലാസ്റ്റ് ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ പേഴ്സണൈസ്ഡ് റീഡിംഗ് കൊടുക്കുന്നത്. ഞാൻ അറിയാതെ നമ്പർ സെറ്റായി പോകുന്നതാണ് പേജിൽ. എന്നും ഇങ്ങനെ ചെയ്ത് ഞാൻ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ ആയിപ്പോയി. അതാണ് ഞാൻ റീഡിങ്സ് ഇല്ലെങ്കിലും അറിയാതെ നമ്പർ കൊടുത്തു. ഇനിയിപ്പോൾ ഒന്നും നമ്മൾ നമ്പർ ചെയ്യുന്നില്ല, നമ്മൾ കോൾ ചെയ്യില്ല. കാരണം ഞാൻ ഇന്നോക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ റീഡിങ്സ് എടുക്കുന്നില്ല കുറച്ച് നാളത്തേക്ക്. റീഡിങ് ഇടാനായിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ടാവും യൂട്യൂബിൽ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? എല്ലാവരും ശിവരാത്രി വ്രതമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. നാളെയും ചെയ്യുന്നവരുണ്ട്. ഓക്കെ 5 of swords. ഇത് സ്റ്റാർ കാർഡാണ് കേട്ടോ. സ്റ്റാർ, Knight of Swords. Then here is Magician. Bottom of the deck, 10 of Swords. ഇവിടെ എയർ സൈൻ എനർജീസ് ആണ് കൂടുതലായിട്ട് നമുക്ക് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജീസ്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയ ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ ഇവർ ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവരുടെ എനർജീസിനെ ഒരു ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജീസാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഈ ഒരു വ്യക്തിയുടെ മനസ്സ് വല്ലാണ്ട് ക്രേവ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാനായിട്ട്. പക്ഷേങ്കിൽ ഇവർക്കത് പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ബിക്കോസ് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും നല്ല രീതിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകും. വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായ ടൈമിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ കുറച്ച് ഹെവി ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുള്ള അവരാണ് എന്നോട് പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞില്ല എന്നുള്ളത്. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് ലൈറ്റായിട്ടാണ് നമ്മൾ പറയുന്നത്, പക്ഷേ കേൾക്കുന്ന ആൾക്കത് ലൈറ്റ് ആവില്ല. നമ്മളൊരു പക്ഷേ ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള വേർഡ്സുകൾ, അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എന്തോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പറഞ്ഞ കാര്യം ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് കൊണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യം അത് ഭയങ്കരമായിട്ടും ഹേർട്ടായിട്ടുണ്ട്. പക്ഷെ ആൾ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. സെയിം നിങ്ങൾക്കും റിഗ്രഷൻ ഉണ്ട്. ഒരിക്കലും ഇത്രയും ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിനെ ബാലൻസിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാതെ നൈസായിട്ട് അതിനെ അങ്ങ് ഒതുക്കി പോകുമായിരുന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോബ്ലംസും ഉണ്ടാകത്തില്ല. ഈ റിലേഷനും നൈസായിട്ട് അങ്ങ് എങ്ങനെയാണോ ആ ഒരു രീതിക്ക് അങ്ങ് പോയേനെ എന്ന് നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട്.
എഗെയിൻ നമ്മളോട് ഫീൽ ചെയ്യുന്ന ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് നിങ്ങളായിരിക്കാം ഈ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നില്ലെങ്കിലും എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളുടെ തോട്ട്സ് അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അത് മാനിഫെസ്റ്റ് ആവുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു ടൈമിൽ. ബിക്കോസ് ഈ ഒരു ടൈമിൽ എനർജി ഭയങ്കര ഹൈ ആണ്. ശിവരാത്രിയാണ്, ശിവരാത്രിയുടെ ടൈമിൽ നല്ല ഹൈ എനർജീസാണ്. നിങ്ങൾ എന്ത് വ്രതം അനുഷ്ഠിക്കണം എന്നില്ല, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് മാനിഫെസ്റ്റ് ആവും. അതിൻ്റെ എനർജി ഫ്ലക്ച്വേഷൻസ് നിങ്ങൾക്ക് പലർക്കും വരുന്നുണ്ടാകും. ബിക്കോസ് മിക്കവർക്കും സ്പിരിച്വൽ ജേർണിയിലുള്ള ആളുകൾക്ക് ഭയങ്കര എനർജി ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നുണ്ടാകും. ബിക്കോസ് ഇന്നലെ ഉണ്ടാവുന്നുണ്ടാകും. പക്ഷേ ഇന്നലെ ഇതിനെ കഴിഞ്ഞ് കൂടുതൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും എനർജിയിൽ ഭയങ്കര ചേഞ്ചസ് ഷിഫ്റ്റുകൾ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും. പ്രത്യേകിച്ച് ട്വിൻ ഫ്ലെയിംസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സോൾമേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഹയർ ലെവലിലാണ് ഈ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത്. ബിക്കോസ് യു ആർ ചൂസ്ഡ് വൺസ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ നോർമൽ സോൾസിന് ഒരു ഇഷ്യൂസ് ഇല്ല, നോർമൽ സോൾസിനെ എഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ നിങ്ങൾ നോർമൽ സോൾസ് അല്ല, ഓൾഡ് സോൾസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും ഒരു എനർജി. Three of Cups. ഇവർ നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുള്ളത്. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 കാർഡ്സ് ആക്ഷൻ്റെ വന്നിട്ടുണ്ട്. 2 of Wands പ്ലസ് Knight of Swordsൻ്റെ എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. 2 കാർഡ്സും ആക്ഷനെ കാണിക്കുന്ന കാർഡ്സുകളാണ്. ഓക്കെ, സോ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ജസ്റ്റിസ് കാർഡ് പ്ലസ് ഈ ഒരു സ്റ്റാർ കാർഡ് ബാലൻസിനെയാണ് കാണിക്കുന്നത്. ഈക്വൽ ഗിവ് ആൻഡ് ബാലൻസ് മീൻസ് 2 സൈഡിൽ നിന്ന് ബാലൻസ് ആവണം, ആ ഒരു എനർജി ഉണ്ടല്ലോ. സോ ഇവിടെ ഒരു ബാലൻസ്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം, ഞാൻ ഹീലായാലായിരിക്കും എനിക്ക് ഈ ഒരു വ്യക്തിയോട് ഫൊർഗീവ് ചെയ്യാൻ പറ്റുക, വീണ്ടും റീകണക്റ്റ് ആവാൻ പറ്റുക. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം ഈ ഒരു എനർജി എടുക്കുക, അല്ലാത്തവർ നിങ്ങളത് വിട്ടേക്കുക കേട്ടോ. സോ ഒരു എനർജീസ് എനിക്കിവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് ഡൗൺ ആണ് ഈ ഒരു വ്യക്തി. ഒരു ഡൗൺ എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഇവിടെ കാണാൻ പറ്റുന്നത്. ബിക്കോസ് ശരിയാണ്, ഈ ഒരു വ്യക്തി കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഇവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത്രയും ഹാപ്പി അല്ല. ഈ ഒരു എനർജി നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജീസാണ്. നയൻ ഓഫ് സോർട്സിൻ്റെ എനർജീസാണ് ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു വ്യക്തി ഈ ഒരു എനർജീസിൽ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ലൈക്ക് ഇവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാവുന്നുണ്ട്, നിങ്ങളോട് കൂടെ കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട് കൊതിയാവുന്നുണ്ട്. ലൈക്ക് ആ ഒരു എനർജി കൊതിയാകുന്നു, നമുക്ക് ക്രീവ് ചെയ്യുകയാണെന്ന് വേണമെങ്കിൽ നമുക്കറിയാം. ലിറ്ററലി ആ ഒരു എനർജി തന്നെയാണ്. ഓക്കെ, സോ എത്രയൊക്കെ ഈ ഒരു വ്യക്തി പലപ്പോഴും ഈ ഒരു വ്യക്തി മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. ലൈക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, അവരെന്നെ ഇത്ര ഹേർട്ട് ചെയ്തു, ഇനി ഞാനത് എങ്ങനെ ഹീൽ ചെയ്യും എന്നുള്ള തോട്ട്സുകളും കാര്യങ്ങളും ഇവരുടെ മൈൻഡിലുള്ളപ്പോൾ പോലും ഇവർ ഈ ഒരു റിലേഷനെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവരുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിരിക്കും, കുറച്ച് പേർക്കെങ്കിലും ഇതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷനെ ഹോൾഡ് ചെയ്തുകൊണ്ട് പോകണമെന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, യെസ്, ഇത് ചിലർക്കെങ്കിലും ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് അടിയും വഴക്കും പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു എനർജീസ് ആണെങ്കിൽ നൈറ്റ് ഓഫ് ഫണ്ട്സിൻ്റെ നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജീസാണ്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ലൈക്ക് ഒരു വ്യക്തി സ്റ്റേബിളായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുമെന്ന്. പക്ഷെ വന്ന് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ആക്ഷൻ എടുക്കുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ലൈഫിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, എല്ലാവരും എന്നോട് ചോദിച്ചു ഇതെന്താ കാർഡ് തെറിച്ചു പോകുന്നത്. ഇത് എനർജി കൊണ്ടാണ് കാർഡ് തെറിച്ചു പോകുന്നത് കേട്ടോ. ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം കാർഡ്സ് അനങ്ങേ ഉണ്ടാവില്ല, അത് ലോ എനർജിയാണ്. ഈ ഹയർ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാർഡ് തെറിച്ചു പോകുന്നത്. അല്ല ഞാൻ മനഃപൂർവ്വം ഷഫിൾ ചെയ്ത് തെറിപ്പിച്ച് വിടുന്നതല്ല കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഒരു കാർഡ് താഴെ പോയി. ഇവിടെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവേഴ്സ് പ്ലസ് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഈസ് എ ഫാമിലി പേഴ്സൺ, സ്റ്റേബിൾ പേഴ്സൺ. ആ ഒരു എനർജീസാണ് കാണുന്നത്. നിങ്ങൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കാം, വൈഫിന് വേണ്ടിയിട്ട്, വാട്ടവർ അത് നിങ്ങളുടെ എനർജിയായിട്ട് റെസനേറ്റ് ആക്കി വയ്ക്കുക. സോ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്.
എനിക്ക് തോന്നുന്നു എന്തോ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി നിൽക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഒരു പക്ഷേ അത് കരിയറിനെ കുറിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഇവരുടെ ജോബിനെ കുറിച്ചിട്ടാവാം, ഫൈനാൻസസിനെ കുറിച്ചിട്ടാവാം, ഫാമിലിയിലുള്ള എന്തെങ്കിലും പ്രശ്നത്തിനെ കുറിച്ചിട്ടാവാം. നല്ല രീതിക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ്. എന്തോ ഒരു സംതിങ് ഈസ് റിലേറ്റഡ് ടു പെൻറ്റക്കിൾസ്. മണി വൈസ് അല്ലെ പൈസയുടെ എന്തെങ്കിലും കാര്യങ്ങളാവാം, അതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്തോ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടാവും, അല്ല 2 സിറ്റുവേഷൻസ്, 2 കരിയർ പാത്ത് ഉണ്ടാവും, ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നായിരിക്കാം. എന്താണോ ഒരു സിറ്റുവേഷൻസ് ഉണ്ട് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ, ആ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തി സ്റ്റക്കാണ്. എഗെയിൻ നിങ്ങളുടെ എനർജീസ് കറണ്ട് ഫീലിങ്സിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ഈ ഒരു വ്യക്തി സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ടാവാം. നിങ്ങൾ മാത്രമല്ല, ഇവർക്ക് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട് മാരേജിന് വേണ്ടിയിട്ടല്ല. ഇവരുടെ പുറകെ നടക്കുന്ന ആളുകളുണ്ടാവും. കാരണം ഒരു സ്റ്റാറിൻ്റെ എനർജീസാണ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓറയുള്ള ഒരു വ്യക്തിയാണ്. സോ ഇവിടെ എവിടെ പോയി നിന്നാലും ഇവർക്ക് അട്രാക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവർക്ക് അട്രാക്ഷൻ, ഇവരിലേക്ക് ആളുകൾ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടാവും. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് അവരുടെ പേഴ്സണാലിറ്റി, അവർക്ക് മറ്റുള്ളവരോട് ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കലി ഈ ഒരു വ്യക്തിയായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഈ ഒരു വ്യക്തിക്ക്. പക്ഷേ എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു സോൾ കണക്ഷൻ, ഇവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു പാസ്റ്റ് ലൈഫ് ആണെന്നോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു സോൾ കണക്ഷനൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു സോൾ കണക്ഷൻ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുകയാണ്. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ സോൾ കണക്ഷൻ ഫീൽ ചെയ്യുകയാണ്. ഓക്കെ, കിങ് ഓഫ് ഹാൻഡ്സ് ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഡിവൈൻ? പ്ലീസ് ക്ലാരിഫൈ. നിങ്ങൾ 2 പേരും ഇപ്പം നിങ്ങൾ കോൺടാക്റ്റിലില്ല, 2 പേരും കരിയറിൽ ഫോക്കസ് ചെയ്യുകയാണ്. നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളാണെങ്കിൽ ഇരിക്കുന്നുള്ളത്. പുള്ളിക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് പുള്ളിയും വേണ്ട. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയാണ്, നിങ്ങൾ കരിയറിൽ ഫോക്കസ് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ പെൻറ്റാക്കിൾസിൽ ഫോക്കസ് ചെയ്യണം. ബിക്കോസ് നിങ്ങൾ ഈ റിലേഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടുതലായിട്ട് കൂടിയിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങൾ ആകെപ്പാടെ ഡെഡിക്കേറ്റഡ് ആയിട്ടും വർക്ക് ചെയ്ത് നിൽക്കുന്നത് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും കണക്റ്റ് ആക്കണം എന്നല്ല. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പൈസ, നിങ്ങൾക്ക് ഫാമിലി ബിസിനസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഉണ്ടാവാം, അതിനെയൊക്കെ എങ്ങനെ ഗ്രോ ചെയ്യിപ്പിക്കാം, കരിയറിൽ എങ്ങനെ കൂടുതലായിട്ട് ഗ്രോ ചെയ്യാം എന്നുള്ളൊരു എനർജിയിലാണ് ഇവിടെ നിങ്ങളുള്ളത്. ഗിവ് മീ 2 cards. ഓക്കെ, 8 of cups, 6 of wands. ഈ ഒരു റിലേഷനിലൊരു ഗ്രോത്ത് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഐ നോ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് 4 months ആയിട്ടൊക്കെ നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാൻ തരുന്നില്ല, നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് എനർജീസിലായിരിക്കാൻ നിൽക്കുന്നുള്ളത്. വാട്ട് എവർ, എന്തായാലും ഇപ്പം നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഈ റിലേഷനിൽ ഒരു ഗ്രോത്ത് വേണം, ഇതിലൊരു ഷിഫ്റ്റ് വേണം, അല്ലാണ്ട് ഷിഫ്റ്റിംഗ് ഈ റിലേഷനിൽ വേണം, ഇതിലൊരു റീയൂണിയൻ വേണം എന്ന് ഈ ഒരു വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇത് ജനറൽ റീഡിങ്സ് ആണ്. എല്ലാ റീഡിങ്സും നിങ്ങൾക്ക് ഫുൾ 100% ഒന്നും റെസനേറ്റ് ആവത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ്സ് എടുക്കുക, ഏതെങ്കിലും റീഡേഴ്സിൻ്റെ എടുക്കും. Rebel, Mistress, Schizophrenia, 2 of Cups, Receptivity, No Vision. ഇപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണെങ്കിലും ശരി, നിങ്ങളോട് സെൽഫ് ലോ ചെയ്യാനാണ് ഡിവൈൻ ഇവിടെ പറയുന്നുള്ളത്. സെൽഫ് ലോ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഭയങ്കര ഹയർ എനർജിയസ് ആണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മിറർ ചെയ്യുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ലിറ്ററലി ചില സമയത്ത് ഇത് എൻ്റെ എനർജി അല്ലല്ലോ, ഇത് എൻ്റെ എനർജി അല്ല വരുന്നത്, പക്ഷേ ഇതെന്താ ഞാൻ ഇത്രയും ഡൗൺ ആവുന്നത്, പക്ഷെ ഞാൻ ഡൗൺ അല്ലല്ലോ എന്നുള്ളൊരു തോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചില സമയത്ത് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം അത് ഈ ഒരു വ്യക്തിയുടെ എനർജീസാണ്. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങൾ അറിഞ്ഞോ അറിയാതെ മിറർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ പ്രൊജക്ഷൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. എപ്പോഴൊക്കെ പ്രൊജക്ഷൻസ് വന്നെന്ന് പറഞ്ഞാലും പ്രൊജക്ഷൻ ഈസ് മിററിങ്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്ഷൻ്റെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു മീനിങ് നമ്മുടെ ഓഷോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട് നമ്മളൊരു വ്യക്തിയെ കാണുന്നു, അല്ലെങ്കിൽ എന്താണോ ശരിക്കും നമ്മൾ കാണുന്നത് ഒരു ഇല്യൂഷനാണ്. ബിഹൈൻഡ് ദ സീൻ ഉണ്ടാവും, പക്ഷേ ബിഹൈൻഡ് ദ സീൻ എന്താണെന്ന് നമുക്കറിയത്തില്ല.
ആ ഒരു എനർജീസാണ്. ശരിക്കും മുന്നിൽ എന്താണോ കാണുന്നത് ഒരു ഇല്യൂഷനായിരിക്കും. ഇപ്പം ഒരു വ്യക്തി കാണിക്കുന്നത് ഒരു ഇല്യൂഷനായിരിക്കാം, പക്ഷെ ഉള്ളിൽ ശരിക്കും അതാവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരാൾ നിങ്ങളെ ചിരിച്ചുകൊണ്ട് ചതിക്കുന്നത്, അതൊരു എക്സാമ്പിൾ. ഉള്ളിൽ ശരിക്കും ചതിക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും, പക്ഷെ അവർ ചിരിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നുള്ളത്. പൊളിറ്റിക്സ് എന്നുള്ളൊരു എനർജി. സോ സെയിം എനർജീസാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മിററിംഗ് കാർഡ്സും അതാണ് പറയുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി അത് നിങ്ങളുടെ എനർജി അല്ല, നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഇതെന്താ, അല്ലെങ്കിൽ ഇത് എൻ്റെ എനർജി ആണെന്ന് തന്നെ ഫൂളിഷായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ടാവും. നിങ്ങൾ സ്പിരിച്വൽ അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു എനർജി വരും. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുണ്ട്, സ്പിരിച്വൽ അവേക്കനിങ് ഫേസിലാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ലൈക്ക് ഇത് എൻ്റെ എനർജി അല്ല, അപ്പോൾ ഞാൻ ബാലൻസ്ഡ് ആവണം എന്നുള്ളൊരു തോട്ട്സിലേക്ക് വരുന്നുണ്ടാവും. സോ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. തന്നെ പ്ലസ് ഹിയർ ഈസ് റിബലിൻ്റെ എനർജീസ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് റിബൽ എന്ന് പറയുന്നത് മെയിനായിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂസിനെയും കാര്യങ്ങളുമൊക്കെ ഇപ്പം നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ ബൗണ്ടറീസും ആ ഒരു ഡിഫറൻസസും കാര്യങ്ങളും എല്ലാം ബ്രേക്ക് ചെയ്ത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് നല്ല ഡിസയർ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ ഈ ഒരു കാർഡ് ഷീസ് ഓഫ് എർണിയുടെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ് പ്ലസ് ഈ 2 ഓഫ് കപ്സിൻ്റെ കാർഡാണ്. ഈ ഒരു ഫ്രണ്ട്ലെസ്സിൻ്റെ കാർഡ് 2 ഓഫ് കപ്സിൻ്റെ കാർഡാണ്. സോൾ കണക്ഷനെയാണ് കാണിക്കുന്നുള്ളത്. ആൻഡ് എഗെയിൻ നമ്മളിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ്സ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ടും പറയുന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് റിലേഷനിലേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ലിറ്ററലി ഹി ഓർ ഷീ ഈസ് സ്റ്റക്ക്. ശരിക്കും പറഞ്ഞാൽ വരുമ്പോൾ തന്നെ ഞാൻ ഹേർട്ടാവുമോ എന്നുള്ളൊരു ഫിയർ ഉണ്ട്. പ്ലസ് ഞാൻ വരാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി അധികം ഹേർട്ടാവും. രണ്ട് തോട്ട്സുകളും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കുകയാണ്. ബിക്കോസ് ഇവിടെ 2 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഈ 2 ഓഫ് സോഴ്സിൻ്റെ എനർജി സെയിം തന്നെയാണ് ഈ ഷീസ് ഓഫ് എർണിയെ കാണിക്കുന്നുള്ളത്. ബട്ട് ഈ കാർഡിൻ്റെ മീനിങ് എക്സാക്ട് അതല്ല. പക്ഷേ ഈ 2 ഓഫ് സോഴ്സിൻ്റെ സെയിം എനർജീസാണ് ബാക്കിയുള്ള ഈ ഒരു റീഡിങ്സിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അതായത് ഭയങ്കരമായിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ്. പോണോ വേണ്ടയോ അങ്ങനെയുള്ള തോട്ട്സും കാര്യങ്ങളുമാണ്. ലൈക്ക് നമ്മൾ ചില സമയത്ത് ഈ ഒരു വ്യക്തിയുടെ ലിറ്ററലി ഉള്ള എനർജി കാണിക്കുന്ന ഒരു പക്ഷേ സെൽഫ് റെസ്പെക്ട് ഒത്തിരി ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ബിക്കോസ് ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ എത്രയൊക്കെ ഞാൻ ഹേർട്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് പോകാനായിട്ട് പാടില്ല. അങ്ങനെ ഒരു എനർജി ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി ഈ ഒരു വ്യക്തി ഇവർക്ക് നിങ്ങളോടുള്ളൊരു ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു കാർഡ് ലവേഴ്സിൻ്റെ കാർഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. സോ ഒരു എനർജീസാണ് ഈ ഒരു വ്യക്തിയുടെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് വരണമെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു കാർമിക് ഫേസ് ഈ ഒരു ടൈമിൽ ഇവിടെ എൻഡ് ആവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉള്ളൂ. ബിക്കോസ് ഇവിടെ സ്റ്റാറിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. പ്ലസ് ഇവിടെ ഒരു ബാലൻസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ്സ് ഈ ഒരു ഹീലിംഗ് നടന്നാലാണ് ഇവിടെ ബാലൻസ് ഈക്വൽ ഗീവ് ആൻഡ് ടേക്കും പ്ലസ് ഈ ഒരു ഫ്രണ്ട്നെസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത്. ന്യൂ വിഷൻ്റെ കാർഡ് കാണിക്കുന്നത് ന്യൂ വിഷനായിട്ട് ഈ ഒരു റിലേഷനെ നോക്കി കാണാനല്ല പറയുന്നത്. നിങ്ങളെ തന്നെ ന്യൂ ആയിട്ടുള്ളൊരു ഇപ്പം നിങ്ങളായിരിക്കുന്ന ഒരു ഓൾഡ് വേർഷനെ ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത്. സോ ഏസ് ഓഫ് കപ്സ് എന്ന് കാണുമ്പോഴേക്കും ഈ ഏസ് ഓഫ് കപ്സ് നിങ്ങളുടെ എനർജീസാണ് വന്നിട്ടുള്ളത്. ലൈക്ക് നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടല്ല, നിങ്ങൾ ഓവർഫ്ലോയിങ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റണം. ഈ ഒരു നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റണം. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന എനർജി ഷിഫ്റ്റ് വരണം. ആ ഒരു ടൈമിൽ ഇവിടെ ഷിഫ്റ്റ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഈ ഒരു കാർഡ് ഇവിടെ കിട്ടുന്നുള്ളത്. ഓക്കെ, സോ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ലെറ്റ്സ് some clues. ലിറ്ററലി ഞാൻ ഭയങ്കര മടിച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലൂസ് നോക്കുന്നതിന് എനിക്കിഷ്ടമല്ല. ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പ്രസൻറ്റ് സിറ്റുവേഷനിൽ മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ കാർഡാണ്, ഈ ഹീലിംഗ് കാർഡാണ്. കണ്ടില്ലേ, ഇവർ ഹീലാവണം, ഇവർക്ക് കുറച്ച് സമയം വേണം, ഇവർക്ക് കുറച്ച് സ്പേസ് വേണം എന്നാണ് ഈ ഒരു വ്യക്തി ഈ മെസ്സേജിലാണെങ്കിലും പറയുന്നുള്ളത്. ഹീ നീഡ് സം സ്പേസ്. ഈ ഒരു വ്യക്തി കാര്യങ്ങളൊക്കെ ശരിയാക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം. ആളെ ബാലൻസ് ചെയ്യാനായിട്ട് പഴയ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട്. നിങ്ങളോട് ഓൾറെഡി ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് കുറച്ച് സമയം തരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിലേഷൻഷിപ്പ് ഓക്കെ ആക്കും, പക്ഷേ ഇപ്പോൾ എന്നെ ചേസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എന്നെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഈ ഒരു വ്യക്തി ലിറ്ററലി നിങ്ങളോട് ഫേസ് നോക്കി പറഞ്ഞിട്ടുണ്ടാവും. സോ ഈ ഒരു വ്യക്തി മനഃപൂർവ്വം ഇവർ നിങ്ങളുടെ ഹേർട്ട് ബ്രേക്ക് ചെയ്തു. നിങ്ങൾ ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഹേർട്ട് ചെയ്തു എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളെ ഹേർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു ഫോർവേഡ് എനർജി തരുന്നുള്ളത്. പെയിൻ എന്താണെങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു എനർജീസ്. സോ ഒരു എനർജീസാണ് ഇവിടെ നമുക്ക് മെസ്സേജസൊക്കെ ആയിട്ടും നമുക്ക് കുറച്ച് ക്ലൂസൊക്കെ ആയിട്ടും കിട്ടിയിട്ടുള്ളത്. കൂടുതൽ ക്ലൂസൊന്നും നമ്മൾ എടുത്തിട്ടില്ല, 4 കാർഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം മടക്കി വെക്കണ്ടേ.
ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെല്ലൈക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് നമ്മളുടെ നോട്ടിഫിക്കേഷൻസ് ആ ഒരു കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, താങ്ക് യു.